ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹാപ്പി വിഷു. എല്ലാവർക്കും വിഷു ആശംസകൾ. ഞാൻ ഈ വിഷുവിന് കണി വെക്കാനായിട്ട് കൊന്നപ്പൂ ഒന്നും ജർമ്മനിയിൽ കിട്ടില്ലല്ലോ, മഞ്ഞപ്പൂ പറിക്കാനായിട്ട് പോയതാണ്. വിഷുവിന് പൂ പറിക്കുക നമ്മുടെ നാട്ടിലെ കൂട്ട് ആരുടെയെങ്കിലും വീട്ടിൽ പോയിട്ട് പൂ അങ്ങനെ പറിക്കാൻ പറ്റത്തില്ല. ഇതിപ്പോൾ പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് പറിക്കുക. ആരെങ്കിലും കണ്ടാൽ പ്രശ്നമായിരിക്കും തോന്നുന്നു. അത് കുഴപ്പമില്ല, 5-6 എണ്ണമൊക്കെ പറിച്ചിട്ടില്ല. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. കുറെ പൈസ കിട്ടിയല്ലോ. അങ്ങനെ ചെറിയ രീതിയിൽ ഞങ്ങൾ വിഷു ആഘോഷിച്ചു. മഴയാണ് ഈ പ്രാവശ്യം. മൺഡേ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഓഫീസൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാ ഫ്രണ്ട്സും വർക്കിംഗ് ആണ്. അപ്പോൾ വിഷു സദ്യ ഒന്നും ഞങ്ങൾ എല്ലാവരുടെ കൂടി ആഘോഷിക്കുന്നില്ല. വിഷു എല്ലാവരുടെ കൂടി ആഘോഷിക്കുന്നില്ല. സദ്യ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ചെറിയ രീതിയിൽ ഉച്ചയ്ക്കൊരു സദ്യയൊക്കെ ഒരുക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ വിഷു വേഷം എങ്ങനെയുണ്ട്? ഇതാണ് നഖ്റാലിയിൽ നിന്ന് മേടിച്ച ബ്ലൗസ്. ഞാൻ എൻ്റെ വീഡിയോ നാട്ടിൽ നിന്ന് എടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നഖ്റാലിയിൽ നിന്ന് ഞാൻ റെഡിമെയ്ഡ് ബ്ലൗസ്, ഇൻസ്റ്റാഗ്രാം പേജാണ് കേട്ടോ നഖ്റാലി പറഞ്ഞിട്ട്, അവിടുന്ന് ആ പേജിൽ നിന്ന് മേടിച്ച. എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബാക്ക് ഉണ്ടോ, ബാക്കിലിങ്ങനെ കുഞ്ചലമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സെറ്റ് സാരിയുടെ കൂടെ ഇട്ടത്. ഇനിയും കുറേ വിഷു പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പം വേറെ ബ്ലൗസുകളൊക്കെ ഒന്ന് ഇട്ട് സ്റ്റൈൽ ചെയ്യുന്നതായിരിക്കും. ഗെറ്റ് റെഡി വിത്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, പനിയൊക്കെയാണ്. ഇനി മഴയത്ത് നിന്നാൽ പനിയാവും. വിഷു ആയിട്ട് ഇവിടെ മഴയാണ് ഗൈസ്. എൻ്റെ കുഞ്ചലുണ്ട്. എല്ലാവർക്കും ഹാപ്പി വിഷു. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ദോശയും പാലക്കാടിലെ ഉള്ളി സമ്മന്തിയാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സദ്യവട്ടം ഒരുക്കണമെന്നൊക്കെ ഉണ്ട്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എല്ലാവരും തിരക്കല്ലേ. കുട്ടികൾക്ക് സ്കൂൾ അവധി അവിടെ 2 ആഴ്ച, ഇന്ന് തൊട്ട് അവധിയാണ്. ഇനി അവർക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈസ്റ്റർ കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുള്ളൂ. അപ്പോൾ പിന്നെ ഇന്ന് വർക്കിംഗ് ആണ്. അപ്പം നമ്മുടെ നാട്ടിലെ കൂട്ട് നമുക്കിവിടെ വിഷുവിന് അവധിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പണിയും ചെയ്യണം. പണിയും ചെയ്തുകൊണ്ട് വിഷു ആഘോഷിക്കുക കേട്ടോ. ഇനി സദ്യ ഉണ്ട്. കുറച്ചിടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്തിട്ട് പോയിട്ട് കുറച്ചെന്തെങ്കിലുമൊക്കെ ഷീനേട്ടനെ ഹെൽപ്പ് ചെയ്യണം. ഇത് മെയിൻ സദ്യ ഫുൾ സദ്യ ആയിട്ടൊന്നും ഇല്ല. സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്, തോരനുണ്ട്, അങ്ങനെ ചെറിയ കുറച്ച് സാധനങ്ങൾ. ശ്രീനേട്ടനാണ് മെയിൻ കുക്ക്. ഞാൻ ഇടയ്ക്ക് പോയിട്ടൊന്ന് അസിസ്റ്റ് ചെയ്യും, ഇത്രേ ഉള്ളൂ.
ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു ഷിനത്ത. മാസ്റ്റർ ഷെഫ് is running around. കുഴച്ച് ശകലം പപ്പടം ശകലം പൊടിക്കുക. എന്നിട്ട് എല്ലാവരും വിഷു സദ്യയൊക്കെ കഴിച്ച് ഉറങ്ങിക്കാണും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വിഷു കഴിഞ്ഞു കാണും കേട്ടോ. എന്തായാലും പാലടയും ചെറിയ പഴവും പപ്പടവും ഒരു മിനി ഡ്യൂപ്ലിക്കേറ്റ് സദ്യയൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. ഹാപ്പി വിഷു എല്ലാവർക്കും. ഇനി പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് നമുക്ക് കാണാം. അതുവരെ ബൈ. Stop.